എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു നല്ല കഥയിലേക്ക് കടന്നാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് സംഭവിച്ച അനുഭവമാണ്. ജോലിക്ക് കയറി ആദ്യ നാളുകളിൽ തന്നെ സംഭവിച്ച ഒരു ഭീകര അനുഭവം. ദൈവ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇത് സംഭവിക്കുന്നത് 1999 ഒരു ഡിസംബർ മാസം ശനിയാഴ്ച ദിവസമാണ്. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. അന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ വിളിച്ച ആള് പറഞ്ഞത് ഇന്ന് കാട്ടിലൂടെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്നാണ്. ഉടനെ ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരും വനത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്വേഷണം ആരംഭിച്ചു. ആ സമയത്ത് ആ കാട്ടിലൂടെ പോകുന്ന ഓരോ മനുഷ്യരിലും ഞാൻ നല്ല ശ്രദ്ധ കൊടുത്തിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഓഫീസർമാരുടെ പേര്, ഒരാളുടെ പേര് പവൻ, മറ്റേയാളുടെ പേര് രാജൻ. പവനും രാജനും വേറൊരു ജീപ്പിലും ഞാൻ ഒറ്റയ്ക്ക് മറ്റൊരു ജീപ്പിലും ആ സ്ഥലങ്ങളിലൂടെയെല്ലാം അന്വേഷണം നടത്തുകയായിരുന്നു. കാടിൻ്റെ കുറച്ചുള്ളിലായി ഒരു വിജനമായ സ്ഥലമുണ്ട്. അവിടെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ തന്നെ ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെങ്കിലും ഏതെങ്കിലും ഓഫീസർമാർ കാടിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പോയാൽ അവർക്ക് വിശ്രമിക്കാനായിട്ടാണ് ആ കുടില് നിർമ്മിച്ചിരുന്നത്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് അന്ന് അവിടെ പോകുന്നത്. അന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് എനിക്കെന്തോ സംഭവിച്ചതുപോലെ. വൈകുന്നേരമായതും എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിക്കാൻ തുടങ്ങി. ശരീരത്തിന് ഒരു ബലം കിട്ടാത്ത പോലെ. എനിക്ക് അത്യാവശ്യമായി വിശ്രമം ആവശ്യമായിരുന്നു. ഞാൻ കുറച്ചു നേരത്തേക്ക് ആ കുടിലിൽ വിശ്രമിക്കാൻ കയറിയിരുന്നു. അപ്പോഴേക്കും രാജനും പവനും അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് ആ കുടിലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ, എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, സാറ് പൊക്കോളൂ, അവിടെ പോയി വിശ്രമിച്ചോളൂ. പക്ഷെ അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ തലയിലാകും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല. പിന്നെയും അവർ പലതവണ പറഞ്ഞു ഇവിടുന്ന് പോകാൻ. അത് കേട്ടപ്പോൾ എനിക്ക് അവരെ തന്നെ സംശയം തോന്നി. അതുകൊണ്ട് ഞാൻ ആ കുടിലിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോകില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്ന്. അത് കേട്ടപ്പോൾ പവൻ എന്നെ ദേഷ്യത്തോടെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുന്നു. അവൻ്റെ മുഖഭാവം കണ്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്തു പറ്റി, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അത് കേട്ട് അവൻ പറഞ്ഞു, സാർ, സാധാരണ രാത്രിയിൽ ഇവിടെ ആരും താമസിക്കാറില്ല. അത് കേട്ടപ്പോൾ ഞാൻ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ചെറിയൊരു ക്ഷീണമുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ കൺമുന്നിലൂടെ ഒരു കള്ളക്കടത്തും ഇവിടെ നടക്കില്ല. അത് കേട്ടപ്പോൾ രാജൻ എന്നോട് പറഞ്ഞു, സാർ, ഈ കാട്ടിൽ രാത്രി നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല, പ്രത്യേകിച്ച് ഈ സ്ഥലം. വേണമെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി നിൽക്കാം. എനിക്കാണെങ്കിൽ അവരുടെ 2 പേരുടെയും സംസാരം കേട്ടിട്ട് അവരെ തന്നെ സംശയമായി തുടങ്ങി. ഇനി ഇവരും ആ കള്ളക്കടത്തിൽ പങ്കാളികളാണോ? ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്ക്. പറ്റുമെങ്കിൽ വല്ല ഗുളികയും കിട്ടുമോ എന്ന് നോക്ക്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. അത് കേട്ടപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, സാർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ തന്നെയുണ്ട്. ഈ കാടിനെ കുറിച്ച് സാറിനറിയില്ല. ഈ കാട് ശരിക്കും അപകടം പിടിച്ചതാണ്. അത് കേട്ടപ്പോൾ ഞാൻ മെല്ലെ എഴുന്നേറ്റ് പവൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, അല്ലെങ്കിലും മനുഷ്യന് കാട് അപകടം തന്നെയാണ്. പക്ഷേ ഈ കാട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇതിനു വേണ്ടിയാണ് നമുക്ക് മാസ ശമ്പളം കിട്ടുന്നത്. ഉടനെ ഇടയ്ക്ക് കയറി രാജൻ പറഞ്ഞു, സാർ, സാറിനിവിടെ ഒരു മൃഗങ്ങളും അപകടം ഉണ്ടാക്കില്ല. ഇവിടെയുള്ള അപകടം ദുരാത്മാവാണ്. രാജൻ്റെ ആ വാക്ക് കേട്ട് ഞാൻ ദേഷ്യത്തോടെ രാജനോട് പറഞ്ഞു, ഭ്രാന്തന്മാരെ പോലെ സംസാരിക്കില്ലേ, ഇതൊക്കെ ചുമ്മാ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കഥകളാണ്. രാജൻ പിന്നെയും എന്നെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. സാർ, ഒരുപാട് ആളുകൾ ഇവിടെ ദുരാത്മാവിനെ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള കുറച്ച് ഓഫീസർമാരും കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഈ ഇരുട്ടിൽ ഇവിടെ ഒരു ദുരാത്മാവ് ഉണ്ടെന്നാണ്. അത് ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യും. അവരുടെ 2 പേരുടെയും ഈ സംസാരം കേട്ടിട്ട് എനിക്ക് ദേഷ്യം കൂടി വന്നു. ഞാൻ അവരോട് ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ദുരാത്മാവിനെ? അവർ രണ്ടും ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നാൽ ശരി, ഇന്ന് നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ ഇവിടെ നിൽക്കുക. നമുക്ക് ആ ദുരാത്മാവിനെ ഒരുമിച്ച് കാണാലോ. അത് കേട്ടപ്പോൾ അവർ 2 പേരും പേടിച്ചുപോയി. അവർക്ക് വീട്ടിൽ പോയിട്ട് ആവശ്യമുണ്ടെന്ന് പലതും പറഞ്ഞ് ഒഴിയാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഇത് ഇവിടെയുള്ള കള്ളക്കടത്തുകാരും പല ആളുകളും പറഞ്ഞുണ്ടാക്കുന്ന വെറും കെട്ടുകഥകൾ മാത്രമാണ്. അവരാഗ്രഹിക്കുന്നത് ഈ കഥകൾ കേട്ട് ഈ പരിസരത്തേക്ക് രാത്രിയിൽ ആരും വരരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചെയ്യൂ. അത് കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ പിറുപിറുത്തുകൊണ്ട് ആ കുടിലിൽ നിന്നും പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ജീപ്പ് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടു. എനിക്ക് മനസ്സിലായി അവരവിടെ നിന്നും പോയി കഴിഞ്ഞെന്ന്. ഞാൻ ആ കുടിലൊന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കി.
അവിടെ കുറച്ച് മദ്യക്കുപ്പികളും കുറച്ച് ഗ്ലാസുകളും പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ആ കുടിലിൻ്റെ ചുമരിൽ കാടിൻ്റെ ഒരു മാപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മാപ്പിൻ്റെ അടുത്ത് നിന്ന് ഈ കുടിലിരിക്കുന്ന സ്ഥലമൊന്ന് നോക്കി. അപ്പോൾ ഈ കുടിലിൻ്റെ പുറകുവശത്തായി നീല കളർ കൊണ്ടൊരു രേഖ വരച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകിലൂടെ ഏതെങ്കിലും നദി ഒഴുകുന്നുണ്ടായിരിക്കുമെന്ന്. ഞാൻ ആ കുടിലിൻ്റെ പുറകിലെ ചെറിയ ജനാലകൾ തുറന്നു നോക്കി. പക്ഷേ പുറകിലെ സ്ഥലം വലിയ വലിയ മരങ്ങളും കുറ്റിച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇരുട്ടാവാൻ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കുടിലിൽ നിന്നും പുറത്തിറങ്ങി. മെല്ലെ മെല്ലെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി തണുപ്പും കൂടി വരാൻ തുടങ്ങി. ഞാൻ കുടിലിൻ്റെ പുറകുവശത്തേക്ക് പോകാൻ തുടങ്ങി. പുറകുവശം കൊടും കാടായിരുന്നു. ദൂരെ എവിടെ നിന്നോ കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാം. ഞാൻ ആ മാപ്പിൽ കണ്ട വഴി പുഴ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ആ വലിയ മരങ്ങളും കുറ്റിച്ചെടികൾക്കും ഇടയിലൂടെ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു ചെരിവ് കണ്ടു. ആ ചെരിവിൻ്റെ മുന്നിലൂടെയാണ് നദി ഒഴുകുന്നത്. ഞാൻ ആ ചെരിവ് വഴി താഴേക്കിറങ്ങി. ശാന്തമായി ഒഴുകുന്ന നദി. ആ നദിയുടെ അടുത്തുള്ള മരങ്ങളിൽ വസിക്കുന്ന പക്ഷികളുടെ ഒച്ച കേൾക്കാമായിരുന്നു. എല്ലാ പക്ഷികളും അവരുടെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം. രാത്രിയാവാൻ ഇനിയും കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ടോർച്ച് എടുക്കാൻ മറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ തിരിച്ചെൻ്റെ കുടിലിലേക്ക് തന്നെ വന്നു. കുടിലിൽ വന്ന് കയറിയതും ഞാൻ കുടിലിൻ്റെ വാതിലടച്ച് പുറകിലെ ജനൽ മാത്രം തുറന്നിട്ടു. ചെറുതായി തലവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേര എടുത്ത് പൊടിയെല്ലാം തട്ടിമാറ്റി പുറകിലെ ജനലിൻ്റെ മുന്നിൽ കൊണ്ടുചെന്നിട്ട് അവിടെ ഇരുന്നു. പുറകിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് ജനൽ വഴി അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ തലയും കഴുത്തും മസാജ് ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ജനലിൻ്റെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് വളരെ ശ്രദ്ധിച്ചു പുറത്തു നിന്നും വരുന്ന ശബ്ദം കേൾക്കാൻ. പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ പുറകിൽ നിന്നും ആരോ ശ്വാസം വലിച്ചു വിടുന്നതായിട്ട്. അതുമാത്രമല്ല, ആ ശ്വാസം വഴി വരുന്ന ചുടുകാറ്റ് എൻ്റെ കഴുത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ മെല്ലെ എൻ്റെ തോക്ക് കയ്യിലെടുത്ത് പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി. അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. അവിടെ ഇപ്പോൾ അധികം ഇരുട്ടുണ്ടായിരുന്നില്ല. സൂര്യൻ്റെ ഒരു ചെറിയ പ്രകാശം മാത്രം. ആ പ്രദേശമെല്ലാം ഇരുട്ടിലേക്ക് മുങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ അവിടെ നിന്നങ്ങനെ കണ്ണെടുത്ത് തിരിയാൻ നേരം പെട്ടെന്ന് ദൂരെ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു മനുഷ്യരൂപം നീങ്ങുന്നത് കണ്ടു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടോർച്ചെടുത്ത് ആ ചെറിയ ഇരുട്ടിൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ എനിക്കൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. കുറച്ചു നേരം കൂടി ഞാൻ അവിടെ തന്നെ നിന്ന് നോക്കി. ഒന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ കരുതി ഇത് കാടാണല്ലോ, ഇവിടെ നമുക്ക് പലതും തോന്നും. ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ്. വെറുതെ ആവശ്യമില്ലാതെ പേടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം വിചാരിച്ചുകൊണ്ട് ഞാൻ കസേര ജനലിൻ്റെ അഭിമുഖമായിട്ട് ഇട്ടു. എന്നിട്ട് ജനലിലേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്ത് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം പവനും രാജനും തിരിച്ചു വന്നിരിക്കുന്നു. അവർ വന്നപ്പോഴേക്കും മുഴുവനായും ഇരുട്ട് വ്യാപിച്ചിരുന്നു. അവർ വന്നതും എനിക്ക് ഒരു കമ്പളിപ്പുതപ്പും തന്നു, കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളും തന്നു. അവർക്കെൻ്റെ ഗുളിക മാത്രം കിട്ടിയിരുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാം. അത് കേട്ട് രാജൻ ഉടനെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, സാർ, ഇനിയും സമയമുണ്ട്, ഞങ്ങളുടെ കൂടെ പോരെ. വെറുതെ എന്തിനാണ് ഒരു അപകടത്തിൽ തലവെച്ച് കൊടുക്കുന്നത്? നമുക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി താമസിക്കാം. അവിടെ നിന്നാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എന്തായാലും ഞാൻ വരില്ല. നിങ്ങൾ ആ ഗ്രാമത്തിൽ പോയി നിന്നോളൂ. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കൂ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ ഇവിടെ വന്ന് വിവരം അറിയിക്കണം. അത് കേട്ട ഉടനെ 2 പേരും അവിടെ നിന്നും പോയി. ഞാൻ ചെന്ന് വാതിലടച്ചു. എന്നിട്ട് അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വനത്തെ പറ്റിയുള്ളൊരു ബുക്ക് കണ്ടിരുന്നു. ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. പുറത്തെ തണുപ്പും കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജനലടച്ചു. ആ കുടിലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബൾബ് കത്തുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുമാണ് അവിടേക്ക് കരണ്ട് വലിച്ചിരിക്കുന്നത്. 8 മണിയായപ്പോഴേക്കും പെട്ടെന്ന് കരണ്ട് പോയി. കരണ്ട് പോയതും എനിക്ക് എന്തോ പോലെ തോന്നാൻ തുടങ്ങി. ആ ഇരുട്ടിൽ രാത്രി മുഴുവനും ടോർച്ച് കത്തിച്ച് വെക്കാനും പറ്റില്ല. ഞാൻ ടോർച്ച് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് കാലെടുത്ത് വെച്ചതും പുറത്തുള്ള തണുപ്പിൻ്റെ കാഠിന്യം എനിക്ക് മനസ്സിലായി. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഞാൻ കൊണ്ടുവന്ന ജീപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. ജീപ്പിൽ വെച്ചിരുന്ന വിളക്കെടുത്ത് തിരിഞ്ഞതും എനിക്കപ്പോൾ തോന്നിയത് എൻ്റെ പുറകിൽ നിന്നും ആരും എന്നെ തൊട്ടതുപോലെയാണ്. പക്ഷെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ദൂരത്തായി ഒരു അനക്കം പോലെ തോന്നി. ഉണങ്ങിയ ഇലകളിൽ ആരോ ചവിട്ടി നടക്കുന്ന പോലെ. ആ ഇരുട്ടിൽ അവിടെ എന്തോ തിളങ്ങുന്നുണ്ടായിരുന്നു. അതായത് ആരോ ദൂരെ നിന്നും എന്നെ സൂക്ഷിച്ച് നോക്കുന്ന പോലെ. ഞാൻ അവിടെ നിന്ന് വീണ്ടും കുടിലിലേക്ക് നടക്കാൻ തുടങ്ങിയതും
അതിൻ്റെ കൂടെ ഉണങ്ങിയ ഇലകളിൽ ചവിട്ടി ആരോ അടുത്തേക്ക് വരുന്ന പോലെ. എൻ്റെ തോക്കാണെങ്കിൽ കുടിലിൻ്റെ അകത്തായിരുന്നു. വല്ല മൃഗങ്ങളുമാണെങ്കിലോ? എനിക്ക് എങ്ങനെയെങ്കിലും ആ കുടിലിൻ്റെ അകത്തേക്ക് എത്തണമായിരുന്നു. ഞാൻ എൻ്റെ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ 4 ഭാഗവും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അതിവേഗം കുടിലിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. എൻ്റെ നടത്തത്തിനോടൊപ്പം തന്നെ ആ ഉണങ്ങിയ ഇലയിൽ ചവിട്ടുന്ന ശബ്ദവും ഒരുമിച്ച് വരുന്നു. ഞാൻ ഓടി കുടിലിൻ്റെ അകത്ത് കയറി. അകത്ത് കയറിയതും ഉടനെ തന്നെ വാതിലടച്ചു. എൻ്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയത് അത് വല്ല മൃഗങ്ങളോ അതോ വല്ല മനുഷ്യരും നടക്കുന്നതാണോ? കുറച്ചു നേരം ഞാൻ അനങ്ങാതെ ഒന്ന് ശാന്തമായിരുന്നു. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇത് കാടാണ്. ഇവിടെ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം ഏത് നിമിഷവും കേൾക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഭയങ്കര ധൈര്യശാലികളാണെന്ന് വിചാരിച്ച് പല തീരുമാനങ്ങളും എടുക്കും. പിന്നീട് നമുക്ക് തോന്നിപ്പോകും ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന്. ആ സമയത്ത് സത്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് കത്തിച്ചു. എന്നിട്ട് നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ബുക്കെടുത്ത് വീണ്ടും വായിക്കാൻ തുടങ്ങി. അത് വായിച്ച് ഞാൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് എനിക്കറിയില്ല. കുറച്ചു കഴിഞ്ഞതും എൻ്റെ നെഞ്ചിൽ ആരോ കയറിയിരുന്ന് നഖം കൊണ്ട് എൻ്റെ നെറ്റിയിൽ ഉരയ്ക്കുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ കണ്ണു തുറന്നതും എൻ്റെ തൊട്ടുമുന്നിൽ, അതും എൻ്റെ മടിയിൽ, എന്നെ ക്രൂരമായി നോക്കിക്കൊണ്ട് 2 കണ്ണുകൾ. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അഴിച്ചിട്ട മുടിയും ഉണങ്ങി വരേണ്ട ചുണ്ടുകളും വച്ച് എന്നെ തന്നെ നോക്കി ക്രൂരമായി ചിരിക്കുകയാണ് ആ രൂപം. ആ രൂപത്തിൻ്റെ മുടിയിൽ നിന്നും എന്തോ ഒരു ദ്രാവകം എൻ്റെ ശരീരത്തിലേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഭീകരരൂപം എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് നിന്നും അതിൻ്റെ മുഖം കുറച്ച് പിറകിലേക്ക് മാറ്റി. തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ശരീരം അനങ്ങുന്നില്ല. പെട്ടെന്ന് ആ ഭീകരരൂപം മൃഗങ്ങളെപ്പോലെ വാ തുറന്ന് ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദമുണ്ടാക്കി. അതിൻ്റെ കയ്യിലെ വളർന്ന നഖം കൊണ്ട് എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ അകത്തു നിന്നും സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടായി. അപ്പോൾ എല്ലാ ധൈര്യവും ശക്തിയും എടുത്ത് ആ രൂപത്തെ എൻ്റെ മടിയിൽ നിന്നും ഞാൻ തള്ളിമാറ്റി. പെട്ടെന്ന് ഞാൻ കണ്ണും തുറന്ന് ഞെട്ടി എഴുന്നേറ്റു. ഇത് സ്വപ്നമായിരുന്നോ? എനിക്കറിയില്ല. എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഞാൻ കുടിലിൻ്റെ ചുറ്റുപാട് നോക്കി. അവിടെ ഒന്നും തന്നെ കാണാനില്ല. ഞാൻ എൻ്റെ മടിയിലിരുന്ന ഭീകരരൂപത്തെ തള്ളിമാറ്റിയ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം തെറിച്ച് ഒരു മൂലയിൽ കിടക്കുന്നു. ഞാൻ പിന്നെയും ആ കുടിലിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് നോക്കി. ആരെയും കണ്ടില്ല. അതിൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. ഞാൻ അടുത്തുണ്ടായിരുന്ന വെള്ളം നിറച്ച ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് എനിക്ക് പുറത്തു നിന്നും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്ന് ആ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് മെല്ലെ ചെന്ന് വാതിലിൻ്റെ മുന്നിൽ ചെന്ന് വാതിലിൽ ചെവി വെച്ച് ആ ശബ്ദം ഒന്നുകൂടി കൂടുതലായി ശ്രദ്ധിച്ചു. പക്ഷേ അവിടെ നിന്നും ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പുറകിൽ അടച്ചിട്ട് ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ നടക്കുന്ന ശബ്ദം കേൾക്കുന്നത് പുറകിൽ നിന്നായിരുന്നു. ഞാൻ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ടോർച്ചെടുത്ത് മെല്ലെ ജനൽ തുറന്നു. പക്ഷേ അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല. ഇരുട്ട് മാത്രം, കട്ട പിടിച്ച കുറ്റാക്കൂരി ഇരുട്ട് മാത്രം. ഞാൻ പിന്നെ മെല്ലെ ചെന്ന് വിളക്ക് കെടുത്തി. കാരണം പുറത്ത് ആരാണെന്നറിയില്ല. ആരായാലും എന്നെ ഈ ഇരുട്ടിൽ കാണില്ലല്ലോ. ഞാൻ ജനൽ പൂർണ്ണമായും തുറന്നിരുന്നു. എന്നിട്ട് ജനലിൻ്റെ സൈഡിൽ ഒളിഞ്ഞിരുന്നു. ഇപ്പോഴും ആ ശബ്ദം എനിക്ക് കേൾക്കാം. ആരോ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതെന്തോ വലിച്ചുകൊണ്ടുപോകുന്ന ശബ്ദവും കേൾക്കാം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു കയ്യിൽ ടോർച്ചും മറുകൈയിൽ തോക്കുമായി ജനലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്നിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടിപ്പിടിച്ച് ടോർച്ചിൻ്റെ ലൈറ്റ് പെട്ടെന്ന് ഓണാക്കി. അവിടെ അടുത്തൊന്നും എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ കുറച്ച് ദൂരെയായി ആരോ നടക്കുന്നുണ്ട്. അതൊരു സ്ത്രീരൂപമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സ്ത്രീരൂപം നടക്കുന്നത് ഒരു കാലം ഉടന്തിയാണ്, മറുകാലം എന്തോ അപകടം പറ്റി കൈകൊണ്ട് വലിച്ചാണ് നടക്കുന്നത്. അവരുടെ ശരീരത്തിലാണെങ്കിൽ മുഴുവനായി വസ്ത്രങ്ങളില്ല. തോളിൽ കീറിപ്പറഞ്ഞ് കുറച്ച് വസ്ത്രം മാത്രം ബാക്കിയുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും ഈ രാത്രിയിൽ, അതും ഈ കാട്ടിൽ, ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ വഴി തെറ്റിയതാണെങ്കിലോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലുള്ള പെൺകുട്ടിയായിരിക്കും. ഞാനങ്ങനെ മറ്റു പല ഭാഗങ്ങളിലും ടോർച്ചടിച്ച് നോക്കി. അവിടെയൊന്നും ഒരു മൃഗത്തെയോ ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. ആ സ്ത്രീരൂപമാണെങ്കിൽ ആ നദിയുടെ അടുത്തേക്കാണ് നീങ്ങുന്നത്. ടോർച്ചിൻ്റെ പ്രകാശം സ്ത്രീയുടെ അടുത്ത് വരെ ചെറുതായി എത്തുന്നുണ്ടെങ്കിലും ഒരു തവണ പോലും ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയില്ല. ഞാനപ്പോൾ ആലോചിച്ചത്, എന്താണ് ഈ സ്ത്രീ ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ എന്തു ചെയ്യും? പുറത്തു പോകണോ വേണ്ടയോ? ആ സ്ത്രീ ഇവിടം വരെ എങ്ങനെ വന്നു? ഇനി ഏതെങ്കിലും മൃഗങ്ങൾ ആ സ്ത്രീയെ ഉപദ്രവിച്ചാൽ ആ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉറപ്പായും അവർക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ ആ നദിയുടെ ഭാഗത്തേക്ക് എന്തിനാ പോകുന്നത്? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും എൻ്റെ മനസ്സിലപ്പോൾ വരുന്നുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ തോക്കും ടോർച്ചും എടുത്ത് അവിടെ നിന്നും പുറത്തു കടന്നു. ഞാൻ ദേഹത്തു കൂടി കമ്പിളി പുതപ്പിട്ടിരുന്നു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തോക്ക് അതിലൊളിപ്പിക്കാം, പിന്നെ തണുപ്പിൽ നിന്നും രക്ഷ നേടാം. ഞാൻ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ കുടിലിൻ്റെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ സ്ത്രീരൂപം എന്നിൽ നിന്നും ഒരുപാട് ദൂരം മുന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിശയിലേക്ക് കുറച്ച് സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എനിക്കെന്തോ ആ സമയത്ത് വളരെ ശബ്ദത്തിൽ അവരെ വിളിക്കാൻ തോന്നിയില്ല. കാരണം അടുത്ത് വല്ല മൃഗങ്ങളും ഉണ്ടാകുമോ എന്നുള്ള ഭയം. അങ്ങനെ നടന്ന് ഞാൻ ആ നദിയുടെ മുന്നിലുള്ള ചെരിവിലേക്കെത്തി. പക്ഷെ അവിടെ നിന്നും ആ സ്ത്രീ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചെരിവിൽ നിന്നും താഴേക്കിറങ്ങി നദിയുടെ അടുത്തെത്തി. നദിയുടെ അടുത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്നതിന് മുന്നേ ആ സ്ത്രീരൂപം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കപ്പോൾ തോന്നിയത് ഇവിടുത്തെ ഇരുട്ട് ആ സ്ത്രീയെ വിഴുങ്ങിയതുപോലെയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലത്തെല്ലാം ഞാൻ അവരെ അന്വേഷിച്ചു. എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അവരെ അന്വേഷിച്ച് എൻ്റെ കാല് ചെളിയിൽ പൂണ്ടു. അതിലേക്ക് നോക്കിയപ്പോൾ ആരോ കാല് വലിച്ചു പോയതുപോലെയുള്ള പാട് ഞാൻ കണ്ടു. എനിക്കപ്പോൾ മനസ്സിലായി ആ സ്ത്രീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. ആ സമയത്ത് എനിക്ക് നദിയിലെ വെള്ളത്തിൽ നിന്നും എന്തോ മുങ്ങിത്താഴുന്ന പോലെ ശബ്ദം കേട്ടു. എന്താണെന്നറിയില്ല. നദിയിലെ അടിയിൽ നിന്നും വായു പോലെ മുകളിലേക്ക് കുമിളകൾ പൊങ്ങി വരുന്ന ശബ്ദം. ഞാനപ്പോൾ വിചാരിച്ചത് ചിലപ്പോൾ ആ സ്ത്രീ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങിക്കാണുമോ. ഞാൻ അവിടുന്ന് ഓടി നദിയുടെ അടുത്തേക്ക് ചെന്നു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നദിയിലെ വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ആ വെള്ളം ശാന്തമായി ഒഴുകുന്നു. വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. നേരത്തെ കേട്ട പോലെ ശബ്ദവുമില്ല. ഞാനങ്ങനെ വെള്ളത്തിലേക്ക് ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലെന്തോ തിളങ്ങുന്ന പോലെ. ഞാൻ ആ തിളക്കത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാൻ ശ്രമിച്ചു. അത് ആരുടെയോ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു. അത് കണ്ടതോടുകൂടി എൻ്റെ ശരീരം തണുത്തുറച്ചതുപോലെയായി. ആ രണ്ട് കണ്ണുകൾ എന്നെ ആ നദിയിലേക്ക് ഇറങ്ങാൻ വിളിക്കുന്ന പോലെ. എത്ര നേരം ഞാനങ്ങനെ നോക്കിയിരുന്നെന്നറിയില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ രണ്ട് കൈകൾ ആ വെള്ളത്തിൽ നിന്നും എൻ്റെ അടുത്തേക്ക് പൊങ്ങി വരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് അതിവേഗം വർദ്ധിച്ചു. ആ രണ്ട് കൈകളും വെള്ളത്തിൽ നിന്നും പൊങ്ങി പുറത്തേക്ക് വന്ന് എൻ്റെ തോളിൽ അതിശക്തമായിട്ട് പിടിച്ചു. ആ കൈയിലെ നനവ് എൻ്റെ കഴുത്തിൽ പതിച്ചതും എൻ്റെ ശരീരം നിശ്ചലമായി പോയി. പെട്ടെന്ന് കൈയുടെ കൂടെ ഒരു ഭീകര മുഖമായിട്ട് എന്തോ ഒന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് വരുന്നു. ഭയപ്പെടുത്തുന്ന മുഖമായിരുന്നു. അത് മുഴുവനും വെളുത്ത കളറാണ്. മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വായ തുറന്നാണ് വരുന്നത്. അതിൻ്റെ പല്ലുകളെല്ലാം മൃഗങ്ങളെപ്പോലെയാണ്. കണ്ണുകൾ രണ്ടും വലുതായി വെളുത്ത് പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. മുകളിലേക്ക് പൊങ്ങി വരുന്തോറും അതിൻ്റെ വായ വലുതായി വരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയത് എൻ്റെ തല മുഴുവനും കടിച്ചു പറിക്കുമെന്നാണ്. എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഇത്രയെല്ലാം കണ്ടിട്ടും എനിക്ക് എന്നെ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. ആ സമയത്ത് എൻ്റെ തോളിൽ പിടിച്ചിരുന്ന കൈകളിലെ നഖങ്ങൾ എൻ്റെ തോളിലേക്ക് ആഴ്ന്നിറങ്ങി. അതിശക്തമായൊരു വേദന എൻ്റെ ശരീരത്തിൽ നിന്നും തലച്ചോറിലേക്കെത്തി. ആ ഒരു വേദനയിൽ ഞാൻ എൻ്റെ ശരീരമൊന്ന് അതിശക്തമായി കുടഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ഷർട്ടിൻ്റെ പുറത്തേക്ക് തെറിച്ചു വന്ന് ആ ഭീകരരൂപത്തിൻ്റെ മുഖത്തിൻ്റെ മുന്നിൽ വന്നു. ആ മാല കണ്ടതും ആ ഭീകരരൂപം എന്നെ പെട്ടെന്ന് കുറച്ച് ദൂരേക്ക് തള്ളിമാറ്റി. അതൊരു രുദ്രാക്ഷമാലയായിരുന്നു. എന്നെ തള്ളിമാറ്റിയപ്പോൾ ഞാൻ ചെന്ന് വീണത് ചെളിയിലേക്കായിരുന്നു. ആ ഭീകര സ്ത്രീരൂപം വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് എൻ്റെ കുറച്ചു മുന്നിലായി നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നെ ക്രൂരമായി നോക്കി ശബ്ദമുണ്ടാക്കി. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് എവിടെ പോയി എന്ന് എനിക്കറിയില്ലായിരുന്നു. ടോർച്ച് കത്തുന്നത് കൊണ്ടാണ് ആ ദുരാത്മാവിനെ ഞാൻ കാണുന്നത്. ഞാൻ ചാടി എഴുന്നേറ്റ് താഴെ വീണ് കിടന്ന ടോർച്ചെടുത്ത് ആ ദുരാത്മാവിൻ്റെ മുഖത്തേക്കടിച്ചു. ആ പ്രകാശത്തിൽ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ല. വായാണെങ്കിൽ മൃഗങ്ങളെപ്പോലെ തുറന്നിരിക്കുന്നു. കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങുന്നുണ്ട്. ശരീരത്തിലാണെങ്കിൽ ചതവും മുറിവും മാത്രം. വലിയ വലിയ നഖങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത്. അതെല്ലാം കണ്ടപ്പോൾ ഞാൻ അറിയാതെ പുറകിലേക്ക് നീങ്ങിപ്പോയി. ഞാൻ പുറകിലേക്ക് നീങ്ങുന്നത് കണ്ട് ആ രൂപവും മുടന്തി എൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ആ സ്ത്രീയാണ്. ഞാൻ ജനൽ വഴി കണ്ട അതേ സ്ത്രീ. ഞാൻ അവിടെ നിന്ന് ഓടി കുടിലിൻ്റെ അടുത്തേക്ക് ചെന്നു. കുടിലിൻ്റെ അകത്ത് കയറിയതും ഞാൻ വാതിലടച്ചു. കൂടാതെ ജനലും അടച്ചു. ഭയന്ന് വിറച്ച് ഞാൻ ഒരു മൂലയിലേക്കിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ കണ്ടത് അതെന്താണ്? ആരാണ് ആ സ്ത്രീ? എന്തിനാണ് അതെന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ അവിടെ ഇരുന്ന് പേടിയും തണുപ്പും കാരണം വിറയ്ക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞതും ഞാനൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ചെന്ന് ഭയന്ന് വിറച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ പവനും രാജനും ജീപ്പുമായി വന്നിരിക്കുന്നു. അവരെൻ്റെ അടുത്തേക്ക് വന്നതും എൻ്റെ അവസ്ഥ കണ്ട് ഭയന്നുപോയി. എൻ്റെ തോളിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. കണ്ണെല്ലാം ചുവന്നിരുന്നു. ശരീരവും വിറയ്ക്കുന്നുണ്ടായിരുന്നു.
കൂടാതെ നല്ല പനിയും. രാജൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, സാറിന് നല്ല പനിയുണ്ടല്ലോ. ഈ തോളിൽ നിന്നും രക്തം എങ്ങനെ വന്നു? ചോര കണ്ടതും പവനും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എൻ്റെ അവസ്ഥ കണ്ട് അവൻ പറയാൻ തുടങ്ങി, ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കണ്ട എന്ന്. സാറ് വല്ലതും കേട്ടോ? എന്തായാലും നല്ല കാര്യം. ഓഫീസിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ സാറിനെ വിളിച്ചുകൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേനെ? ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഞാൻ അവരോട് എത്രയും വേഗം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാത്രം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവരോടും ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ആശുപത്രിയിൽ പറഞ്ഞത് ഏതോ ഒരു മൃഗം ജനൽ വഴി എന്നെ ആക്രമിച്ചു എന്ന് മാത്രമാണ്. ആ മൃഗത്തിൻ്റെ നഖത്തിൻ്റെ പാടാണ് എൻ്റെ തോളിലെന്നാണ് പറഞ്ഞത്. ആശുപത്രിയിൽ പോയി എല്ലാം ശരിയായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് അന്വേഷണത്തിനായി വന്നു. അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകളോട് ആ സ്ഥലത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് ക്രിമിനൽസായ ആളുകൾ ഒരു പാവം സ്ത്രീയെ അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി ആ നദിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞുണ്ടാക്കിയതോ ആ സ്ത്രീ ആരുടെയോ കൂടി ഒളിച്ചോടിപ്പോയെന്ന്. അത് കേട്ടപ്പോൾ ഇവിടെയുള്ള ആളുകളും വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഗ്രാമത്തിലുള്ള ചില ആളുകൾ രാത്രിയിൽ ആ സ്ത്രീയെ ആ നദിയുടെ അടുത്തുകൂടി നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ കുറച്ചുപേർ ആ നദിയുടെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ ആ നദിയിൽ നിന്നും ആ സ്ത്രീയുടെ ശവശരീരം കിട്ടി. അപ്പോഴാണ് സ്ത്രീക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായത്. അന്ന് ആ നദിക്കരയിൽ കണ്ടത് ആ സ്ത്രീയുടെ ദുരാത്മാവാണെന്നും ആ നിമിഷം എല്ലാവർക്കും മനസ്സിലായി. ശവശരീരം കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായി ആ സ്ത്രീ മരിച്ചിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞെന്ന്. അന്നു മുതൽ ഇന്ന് വരെ ഗ്രാമത്തിലുള്ള പല ആളുകളും ആ സ്ത്രീയെ ആ നദിക്കരയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? എന്തായാലും പുതിയ കഥയുമായി ഉടനെ വരാം. ലവ് യു ഓൾ. ബൈ.